ഹായ്, ഞാൻ കൊല്ലത്തോട്ട് വന്ന്. കൊല്ലത്ത് പോയി വേറൊന്നിനുമല്ല, പിന്നെ ഒരാൾക്ക് അച്ചാർ വേണം, മീനച്ചാർ വേണമായിരുന്നു. മീൻ വാങ്ങിക്കാൻ വേണ്ടിയായിരുന്നു ഞാൻ കൊല്ലത്ത് പോയത്. കൊല്ലത്ത് പോയിട്ട് വന്നപ്പോൾ എനിക്കും ആവശ്യമുള്ള ഇച്ചിരി മീൻ വാങ്ങിച്ച്, അച്ചാറിനുള്ള മീൻ വാങ്ങിച്ച് വൃത്തിയൊന്നും ആക്കിയിട്ട് ഞാൻ കൊണ്ടുവന്നതാണ്. എല്ലാം വെച്ചതേ ഉള്ളൂ. കറി വെക്കാനുള്ള പുറപ്പാടിലാണ് ഞാൻ നോക്കുന്നത്. വറുത്തരച്ച്, അതായത് മുരിങ്ങയ്ക്ക ഇട്ട് വറുത്തരച്ച് കറി വെക്കാനാണ്. ഞാൻ തേങ്ങ ഒക്കെ രാവിലെ വറുത്ത് വെച്ചിട്ടാണ് ഞാൻ പോയത്. അതൊന്നും നിങ്ങളെ കാണിക്കേണ്ട കാര്യമില്ല, കാരണം വറുക്കാൻ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിന് പ്രത്യേകിച്ച് കാണിക്കാൻ എന്തുവാ. ഞാൻ പിന്നെ മുരിങ്ങയ്ക്കായും തക്കാളിയും എല്ലാം അരിഞ്ഞതാ ഇവിടെ വെച്ചിട്ടുണ്ട്. മീൻ ഒരു സൈഡ്, അച്ചാറിടാനുള്ള മീൻ ഒരു സൈഡിൽ വെച്ചിട്ടുണ്ട്. എനിക്ക് കറിയിലിടാനുള്ള മീനും വെച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ കാണിച്ചു തരാമേ. വേണ്ട, തക്കാളിയും മുരിങ്ങയ്ക്കായും പച്ചമുളകും എല്ലാം അരിഞ്ഞ് വെച്ചിരിക്കുക. അടുത്ത ഇതാണ്ട് അച്ചാറിടാനുള്ള മീൻ. ഇത് ഞങ്ങൾക്ക് പ്രത്യേകം വാങ്ങിച്ച മീൻ. ഇതെല്ലാം കറി വയ്ക്കാനും അച്ചാറിടാനുള്ള മീൻ. അടുത്തത് ഞാൻ ചെയ്യാൻ പോണത്, തേങ്ങ അരച്ച് എല്ലാം വെച്ചിട്ടുണ്ട്. ഇനി അത് ഇതിനകത്ത് എടുത്ത് ഒഴിക്കാൻ പോവുകയാണ്. കണ്ട, മുരിങ്ങയ്ക്കായതിനകത്ത് തേങ്ങ വറുത്തത് അരച്ചെല്ലാം എന്താ ഒഴിച്ച്, ഇനി അത് ഞാൻ അടുപ്പിൽ വെക്കാൻ പോവുകയാണ്. ഞാൻ ഇങ്ങനെ കാണിക്കുന്നത് വെച്ചാൽ ആർക്കും അറിഞ്ഞുകൂടാത്തതൊന്നും അല്ല, എന്നാലും ഞാനൊന്ന് കാണിച്ചെന്നേ ഉള്ളൂ. മുരിങ്ങയ്ക്കായിട്ട് വറുത്തരച്ച് നെമ്മീൻ ചൂര വയ്ക്കാൻ പോണത്. കറി ഞാൻ അടുപ്പിൽ വെച്ച് ഇനി മീൻ വൃത്തിയാക്കാൻ പോവുകയാണ്. വൃത്തിയാക്കിയിട്ട് കാണിക്കാം. ചട്ടിന്നേ ഞാൻ മീൻ കറി മാറ്റിയെന്ന് വെച്ചാൽ ചിലപ്പം മീനും കൂടെ ഇടുമ്പോൾ ഇതിനകത്ത് കൊള്ളാതെ വരും ഈ ചട്ടിക്കകത്ത്. അതുകൊണ്ട് ഞാൻ ചട്ടിയിൽ നിന്ന് മാറ്റി ചെറിയ ഉരുളിയിലോട്ടാക്കി. കറിക്കുള്ള മീനാണ് വൃത്തിയാക്കി വെച്ച്. തോനെയൊന്നുമില്ല, 1/2 കിലോ. ഇത് അച്ചാറിനുള്ള മീൻ 2 കിലോ. അത് പുളിവെള്ളത്തിനകത്ത് ഇട്ട് വെച്ചിരിക്കുക. കാരണം വൃത്തിയാക്കി കൊണ്ടുവന്നുകൊണ്ട് നമുക്ക് ഉപ്പിട്ട് ഒലമ്പാൻ പറ്റത്തില്ല. അതുകൊണ്ട് പുളിവെള്ളത്തിനകത്ത് വെച്ചിരിക്കുകയാണ്, ഉലുമ്പ് വട മാറാൻ. കറി ഇതാ നല്ല വെട്ടി തിളയ്ക്കുന്നുണ്ട്. അടുത്തതാ മീൻ എടുത്തിടാൻ പോവുകയാണേ. ഞാൻ ഈ മീനും കൊണ്ടുവന്ന് പുളിവെള്ളത്തിൽ ഒരു 1/2 മണിക്കൂർ ഇട്ടിട്ടാണ് കഴുകി വൃത്തിയാക്കി എടുക്കുന്നത്. കാരണം ഈ കണ്ടിച്ച് കൊണ്ടുവരുന്നുണ്ട് നമുക്ക് പിന്നെ ഉപ്പിട്ട് ഒലമ്പാൻ പറ്റത്തില്ല, വൃത്തിയാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് പുളിവെള്ളത്തിൽ വെക്കുന്നത്. കണ്ടല്ലോ, ഇനി ഞാനത് അടയ്ക്കാൻ പോവുകയാണ്. എന്തൊക്കെ താളിക്കാൻ ചേർക്കണ്ടേന്നൊന്നും ഞാൻ പ്രത്യേകിച്ച് പറയണ്ടല്ലോ, എല്ലാവർക്കും അറിയാം എന്തൊക്കെയാണെന്ന്. വറുക്കുന്നതിന് ഞാൻ ഉലുവ ഇട്ടതാ. ഇതിൽ ഉലുവയും കടുകും ഉള്ളിയും കരിയാപ്പിലയൊക്കെ തന്നെ, വേറെ ഒന്നുമില്ല. ഇനി ഇത് അവസാന ഘട്ടത്തിലത്തേക്ക് ഇനിയിപ്പോൾ ഇതിലോട്ട്